അനുഭവത്തെ ധ്യാനിച്ചുകൊണ്ട് ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടിയുള്ള അങ്ങയുടെ രക്ഷണീയ കർമ്മത്തിൽ പൂർണ്ണമായ അറിവോടും സമ്മതത്തോടും കൂടെ പങ്കുചേരുവാൻ ഞങ്ങളെ സഹായിക്കണമേ. കുരിശിന്റെ വഴി കഴിക്കുന്നവർക്ക് നൽകപ്പെട്ടിട്ടുള്ള ദണ്ഡവിമോചനങ്ങൾ ലഭിക്കുന്നതിന് കൃപ ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ മറിയമേ, കാരുണ്യനാഥേ, ഈശോയോട് എന്നും വിശ്വസ്തയായിരുന്നവളെ, നിന്റെ പ്രിയപുത്രന്റെ ദുഃഖകരമായ കാൽപ്പാടുകളിലൂടെ യാത്ര ചെയ്യുന്നതിന് നിന്റെ പുത്രന്റെ പക്കൽ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. ആമേൻ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശനായ യേശുവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ ഉറപ്പിക്കണമേ. ഒന്നാം സ്ഥലം, ഈശോ മിശിഹ മരണത്തിന് വിധിക്കപ്പെടുന്നു. ഈശോ മിശിഹായെ ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. തിരുവനന്തപുരം ജില്ലയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രധാന പുരോഹിതന്മാരും ന്യായാധിപ സംഘം മുഴുവനും യേശുവിനെ മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കേണ്ടതിന് അവനെതിരെ കള്ളസാക്ഷ്യം അന്വേഷിച്ചു. പല കള്ളസാക്ഷികൾ വന്നെങ്കിലും അവർക്ക് സാക്ഷ്യമൊന്നും കിട്ടിയില്ല. കാരുണ്യവാനായ ഈശോയെ, അങ്ങ് കുരിശുമരണത്തിന് വിധിക്കപ്പെട്ടതിനെ ധ്യാനിച്ച് ഞങ്ങൾ അങ്ങയെ വണങ്ങി ആരാധിക്കുന്നു. എല്ലാ മാനുഷിക വിലയിരുത്തലുകളെയും എങ്ങനെ സ്വീകരിക്കണമെന്ന് ഞങ്ങളെ പഠിപ്പിക്കണമേ. അന്യായമായി ആരെയും വിധിക്കാതിരിക്കാനും കഠിന വിധിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. രണ്ടാം സ്ഥലം, ഈശോ മിശിഹ കുരിശു ചുമക്കുന്നു. ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. കൊല്ലം ജില്ലയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. മുൾക്കിരീടവും ചുമന്ന മേലങ്കിയും ധരിച്ച് യേശു പുറത്തേക്ക് വന്നു. അപ്പോൾ പീലാത്തോസ് അവരോട് പറഞ്ഞു, ഇതാ മനുഷ്യൻ. അവനെ കണ്ടപ്പോൾ പുരോഹിത പ്രമുഖന്മാരും സേവകരും വിളിച്ചു പറഞ്ഞു, അവനെ ക്രൂശിക്കുക, അവനെ ക്രൂശിക്കുക. കാരുണ്യവാനായ ഈശോയെ, അങ്ങ് ഭാരമേറിയ ശ്ലീവാമരം ചുമന്നുകൊണ്ട് പോകുന്നതിന്മേൽ ധ്യാനിച്ച് ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ഈ ലോകത്തിൽ ഞങ്ങൾക്കുണ്ടാകുന്ന കഷ്ടപ്പാടുകളും രോഗങ്ങളും സഹനങ്ങളും ക്ഷമയോടുകൂടെ സഹിച്ച് അങ്ങേ അനുഗമിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. മൂന്നാം സ്ഥലം, ഈശോ മിശിഹ ഒന്നാം പ്രാവശ്യം വീഴുന്നു. ഈശോ മിശിഹായെ ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിച്ച് സ്തോത്രം ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. പത്തനംതിട്ട ജില്ലയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ആടുകളെ പോലെ നാം വഴിതെറ്റിപ്പോയി. നാം ഓരോരുത്തരും സ്വന്തം വഴിക്ക് പോയി. എന്നിട്ടും അനേകരുടെ പാപഭാരം അവൻ പേറി അതിക്രമങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ചു. കാരുണ്യവാനായ ഈശോയെ, അങ്ങ് കുരിശും കൊണ്ട് വീഴുന്നതിനെ ധ്യാനിച്ച് ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. ഏറ്റവും നിസ്സാരവും ബോധപൂർവവുമായ അവിശ്വസ്തതയിലും പാപങ്ങളിൽ നിന്ന് ഞങ്ങളെ സംരക്ഷിക്കണമേ. ആമേൻ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. നാലാം സ്ഥലം, ഈശോ മിശിഹ തന്റെ പരിശുദ്ധ മാതാവിനെ കാണുന്നു. ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിച്ച് സ്തോത്രം ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. ആലപ്പുഴ ജില്ലയ്ക്ക് വേണ്ടി നമുക്കിപ്പോൾ പ്രാർത്ഥിക്കാം. ഇവൻ ഇസ്രായേലിൽ പലരുടെയും വീഴ്ചയ്ക്കും ഉയർച്ചയ്ക്കും കാരണമാകും. ഇവൻ വിവാദ വിഷയമായ അടയാളവുമായിരിക്കും. അങ്ങനെ അനേകരുടെ ഹൃദയ വിചാരങ്ങൾ വെളിപ്പെടും. നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ തുളച്ചു കയറുകയും ചെയ്യും. കാരുണ്യവാനായ ഈശോയെ, പരിശുദ്ധ മാതാവ് അങ്ങെതിരെ വരുന്നതിനെ കണ്ട് പറഞ്ഞൊപ്പിക്കാനാവാത്ത ദുഃഖസങ്കടങ്ങൾ അനുഭവിച്ചതിനെ ധ്യാനിച്ച് ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. നിന്റെ പ്രിയപുത്രന്റെ കുരിശ് യാത്രയില് കൂടെ നിന്നതുപോലെ ഞങ്ങളുടെ സഹന നിമിഷങ്ങളിലും പ്രത്യേകിച്ച് മരണനേരത്തും ചേർന്ന് നിൽക്കണമേ.
ആമേൻ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. അഞ്ചാം സ്ഥലം, ശിമയോൻ ഈശോയെ സഹായിക്കുന്നു. ഈശോ മിശിഹായെ, ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിച്ച് സ്തോത്രം ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. നമുക്കിപ്പോൾ കോട്ടയം ജില്ലയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അവർ അവനെ കൊണ്ടുപോകുമ്പോൾ ആ വഴി വന്ന ശിമയോൻ എന്ന ഒരു കിറേനക്കാരനെ പിടിച്ചു നിർത്തി കുരിശു ചുമലിൽ വെച്ച് യേശുവിന്റെ പുറകെ ചുമന്നുകൊണ്ടുവരുവാൻ നിർബന്ധിച്ചു. കാരുണ്യവാനായ ഈശോയെ, അങ്ങേ കുരിശു ചുമക്കുന്നതിന് ശിമയോൻ എന്ന മഹാത്മാവ് സഹായിക്കുന്നതിനെ ധ്യാനിച്ച് അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ഞങ്ങളുടെ എല്ലാ ചിന്തയും വാക്കുകളും പ്രവൃത്തികളും പൂർണ്ണമായും നിന്നോടുള്ള സ്നേഹത്തെ പ്രതിയാകട്ടെ. ഞങ്ങളുടെ കുരിശുകളായ ദുഃഖ സങ്കടങ്ങളെ നല്ല മനസ്സോടുകൂടെ സ്വീകരിക്കുവാൻ നീ ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദേവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. ആറാം സ്ഥലം, വെറോനിക മിശിഹായുടെ തിരുമുഖം തുടയ്ക്കുന്നു. ഈശോ മിശിഹായെ, ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. ഈ സമയം നമുക്ക് ഇടുക്കി ജില്ലയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെടുകയും ഉപേക്ഷിക്കപ്പെടുകയും ചെയ്തു. അവൻ വേദനയും ദുഃഖവും നിറഞ്ഞവനായിരുന്നു. അവനെ കണ്ടവർ മുഖം തിരിച്ചു കളഞ്ഞു. കാരുണ്യവാനായ ഈശോയെ, വെറോനിക്ക അങ്ങയെ തിരുമുഖം തുടയ്ക്കുന്നതിനെ ധ്യാനിച്ച് ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. ഗുരുനാഥ, ഞങ്ങളുടെ കണ്ണുകളും കരങ്ങളും അധരങ്ങളും ഹൃദയവും എപ്പോഴും കരുണാർദ്രമായിരിക്കുവാൻ കൃപ ചെയ്യണമേ. ആമേൻ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദേവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. ഏഴാം സ്ഥലം, ഈശോ മിശിഹ രണ്ടാം പ്രാവശ്യം വീഴുന്നു. ഈശോ മിശിഹായെ, ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിച്ച് സ്തോത്രം ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. ഈ സമയം നമുക്ക് എറണാകുളം ജില്ലയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അവൻ നിന്ദിക്കപ്പെട്ടു, നാം അവരെ ബഹുമാനിച്ചതുമില്ല. നമ്മുടെ വേദനകളാണ് യഥാർത്ഥത്തിൽ അവൻ വഹിച്ചത്, നമ്മുടെ ദുഃഖങ്ങളാണ് അവൻ ചുമന്നത്. എന്നാൽ ദൈവം അവനെ പ്രഹരിക്കുകയും ശിക്ഷിക്കുകയും ദണ്ഡിപ്പിക്കുകയും ചെയ്തെന്ന് നാം കരുതി. കാരുണ്യവാനായ ഈശോയെ, അങ്ങ് രണ്ടാമതും വീഴുന്നതിനെ ധ്യാനിച്ച് ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. ഞങ്ങൾ ഇനിമേൽ യാതൊരു പാപത്തിലും വീഴാതിരിക്കാൻ കൃപ ചെയ്യണമേ. ഞങ്ങൾ പാപത്തിൽ വീണുപോയാൽ ഉടൻ തന്നെ എഴുന്നേൽക്കുവാനും നിന്റെ കാരുണ്യത്തെ മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾക്ക് ശക്തി നൽകണമേ. ആമേൻ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദേവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. എട്ടാം സ്ഥലം, ഈശോ മിശിഹ ഓസ്ലോ നഗരിയിലെ സ്ത്രീകളെ ആശ്വസിപ്പിക്കുന്നു. ഈശോ മിശിഹായെ, ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിച്ച് സ്തോത്രം ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. ഈ സമയം നമ്മൾ തൃശൂർ ജില്ലയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ജെറുസലേം പുത്രിമാരെ, എന്നെ പ്രതി നിങ്ങൾ കരയേണ്ട. നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും പ്രതി കരയുവിൻ. കാരുണ്യവാനായ ഈശോയെ, അങ്ങയെ നോക്കി കരയുന്ന ഓസ്ലം പട്ടണത്തിലെ സ്ത്രീകളെ ആശ്വസിപ്പിക്കുന്നതിനെ ധ്യാനിച്ച് ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. വിശുദ്ധ മാമോദീസായ്ക്കും വിശ്വാസത്തിന്റെ കൃപയ്ക്കും ഞങ്ങൾ അങ്ങയോട് നന്ദി പറയുന്നു. ഞങ്ങൾ ചെയ്തു പോയ പാപങ്ങളെ കുറിച്ച് എപ്പോഴും മനസ്താവപ്പെട്ട് കരയുവാൻ ഞങ്ങൾക്ക് കൃപ ചെയ്തല്ലണമേ. ആമേൻ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. ഒൻപതാം സ്ഥലം, ഈശോ മിശിഹ മൂന്നാം പ്രാവശ്യം വീഴുന്നു. ഈശോ മിശിഹായെ, ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിച്ച് സ്തോത്രം ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. ഈ സമയം നമുക്ക് പാലക്കാട് ജില്ലയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അവൻ ഒരു അതിക്രമവും ചെയ്തില്ല, അവന്റെ വായിൽ നിന്ന് വഞ്ചന പുറപ്പെട്ടുമില്ല. അവന് ക്ഷതമേൽക്കണമെന്നത് കർത്താവിന്റെ ഹിതമായിരുന്നു. അവിടുന്നാണ് അവനെ ക്ലേശങ്ങൾക്ക് വിട്ടുകൊടുത്തത്. പാപപരിഹാര ബലിയായി തന്നെ അർപ്പിക്കുമ്പോൾ അവൻ തന്റെ സന്തതി പരമ്പരയെ കാണുകയും ദീർഘായുസ് പ്രാപിക്കുകയും ചെയ്യും. കർത്താവിന്റെ ഹിതം അവനിലൂടെ നിറവേറുകയും ചെയ്യും. കാരുണ്യവാനായ ഈശോയെ,
അങ്ങ് സ്ലീവാമരത്തിൻ കീഴ് വീണ്ടും വീഴുന്നതിനെ ധ്യാനിച്ച് ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ദൈവമേ, എനിക്ക് സ്വന്തമായുള്ളതെല്ലാം സമ്പൂർണമായി നിനക്ക് നൽകുന്നു. ചാവുദോഷത്തോടുകൂടെ മരിച്ച് നിത്യനരകത്തിൽ വീഴാതിരിക്കുവാൻ ഞങ്ങൾക്ക് കൃപ ചെയ്തല്ലണമേ. ആമേൻ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദേവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. 10-ാം സ്ഥലം ദിവ്യരക്ഷകന്റെ വസ്ത്രങ്ങൾ ഉരിഞ്ഞെടുക്കുന്നു. ഈശോമിശിഹായെ, ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധിച്ച് സ്തോത്രം ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. നമുക്ക് ഈ സമയം മലപ്പുറം ജില്ലയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. എന്റെ അങ്കിക്ക് വേണ്ടി അവർ കുറിയിട്ടു എന്ന തിരുവെഴുത്ത് പൂർത്തിയാകാൻ വേണ്ടിയാണ് പടയാളികൾ ഇപ്രകാരം ചെയ്തത്. കാരുണ്യവാനായ ഈശോയെ, അങ്ങേ തിരുവസ്ത്രങ്ങൾ ഉരിഞ്ഞെടുത്ത് കയ്പുനീര് കുടിപ്പിക്കുന്നതിനെ ധ്യാനിച്ച് ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. സകലത്തിലും ദൈവ തിരുമനസ്സിന് കീഴ്വഴങ്ങിയ ഈശോയുടെ ഹൃദയമേ, ഞങ്ങളുടെ ഹൃദയം അങ്ങേ ഹൃദയം പോലെ ആക്കണമേ. ആമേൻ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദേവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. 11-ാം സ്ഥലം ഈശോമിശിഹ കുരിശിൽ തറയ്ക്കപ്പെടുന്നു. ഈശോമിശിഹായെ, ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധിച്ച് സ്തോത്രം ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. നമുക്കിപ്പോൾ കോഴിക്കോട് ജില്ലയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. തലയോടിടം എന്നർത്ഥമുള്ള ഗോൽഗോഥായിൽ അവർ അവനെ കൊണ്ടുവന്നു. അവർ അവനെ കുരിശിൽ തറച്ചപ്പോൾ 3-ാം മണിക്കൂർ ആയിരുന്നു. കാരുണ്യവാനായ ഈശോയെ, അങ്ങ് സ്ലീവാമരത്തിന്മേൽ തറയ്ക്കപ്പെടുന്നതിനെ ധ്യാനിച്ച് ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ഓ ഏറ്റവും പരിശുദ്ധ സ്നേഹമേ, നിന്റെ സ്നേഹത്തിന്റെ നിറവില് ഞങ്ങളുടെ ഹൃദയം ഭരിക്കണമേ. ഈ ലോക സന്തോഷങ്ങളെല്ലാം വെറുത്തുപേക്ഷിച്ച് പരലോകഭാഗ്യത്തെ മാത്രം തേടുവാൻ ഞങ്ങൾക്ക് കൃപ ചെയ്തല്ലണമേ. ആമേൻ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദേവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. 12-ാം സ്ഥലം ഈശോമിശിഹ കുരിശിന്മേൽ തൂങ്ങി മരിക്കുന്നു. ഈശോമിശിഹായെ, ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധിച്ച് സ്തോത്രം ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. ഈ സമയം നമ്മൾ വയനാട് ജില്ലയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. യേശു ഉച്ചത്തിൽ നിലവിളിച്ചു പറഞ്ഞു, പിതാവേ, അങ്ങയുടെ കരങ്ങളിൽ എന്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. ഇത് പറഞ്ഞ് അവൻ ജീവൻ വെടിഞ്ഞു. കാരുണ്യവാനായ ഈശോയെ, അങ്ങ് കുരിശുമരത്തിന്മേൽ മരിക്കുന്നതിനെ ഞങ്ങൾ ധ്യാനിച്ച് അങ്ങേ ആരാധിക്കുന്നു. ഞങ്ങളുടെ രക്ഷക, നിന്റെ ഹൃദയത്തിന്റെ അഗാധതയിൽ ഞങ്ങളെ മറയ്ക്കണമേ. അങ്ങയെ മാത്രം സ്നേഹിച്ചും ദൈവേഷ്ട പ്രസാദത്തോടുകൂടെ മരിച്ച് മോക്ഷത്തിൽ അങ്ങയോട് കൂടെ ഒന്നിച്ചിരിപ്പാൻ ഞങ്ങൾക്ക് കൃപ ചെയ്തല്ലണമേ. ആമേൻ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദേവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. 13-ാം സ്ഥലം ഈശോമിശിഹായുടെ മൃതദേഹം മാതാവിന്റെ മടിയിൽ കിടത്തുന്നു. ഈശോമിശിഹായെ, ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധിച്ച് സ്തോത്രം ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. നമുക്കിപ്പോൾ കണ്ണൂർ ജില്ലയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അരിമത്യാക്കാരൻ ജോസഫ് യേശുവിന്റെ ശരീരം എടുത്തു മാറ്റാൻ പീലാത്തോസിനോട് അനുവാദം ചോദിച്ചു. പീലാത്തോസ് അനുവാദം നൽകി. കാരുണ്യവാനായ ഈശോയെ, അങ്ങേ തിരുശരീരം സ്ലീവായിൽ നിന്നിറക്കി അങ്ങേ വ്യാകുല മാതാവിന്റെ മടിയിൽ കിടത്തിയതിനെ ധ്യാനിച്ച് ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. നിന്റെ കാരുണ്യത്തിലുള്ള ഞങ്ങളുടെ പ്രത്യാശ അനുദിനം വർദ്ധിപ്പിക്കണമേ. അതുവഴി ഞങ്ങളുടെ ഹൃദയങ്ങളില് അങ്ങേ തിരുമുറിവുകളും പരിശുദ്ധ മാതാവിന്റെ വ്യാകുലതകളും പതിച്ചള്ളണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദേവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. 14-ാം സ്ഥലം ഈശോമിശിഹായുടെ മൃതദേഹം കല്ലറയിൽ സംസ്കരിക്കുന്നു. ഈശോമിശിഹായെ, ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധിച്ച് സ്തോത്രം ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. നമുക്കിപ്പോൾ കാസർഗോഡ് ജില്ലയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ജോസഫ് ശരീരമെടുത്ത് ശുചിയായ ഒരു തുണിയിൽ പൊതിഞ്ഞ് പാറയിൽ വെട്ടിയുണ്ടാക്കിയ തന്റെ പുതിയ കല്ലറയിൽ സംസ്കരിച്ചു. കല്ലറയുടെ വാതുക്കൽ ഒരു വലിയ കല്ലുരുട്ടി വെച്ചിട്ട് അവൻ പോയി. കാരുണ്യവാനായ ഈശോയെ, അങ്ങേ തിരുശരീരം കല്ലറയിൽ അടക്കപ്പെടുന്നതിനെ ധ്യാനിച്ച് ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു.
ഞങ്ങൾ മരണത്തോളം അങ്ങേ സ്നേഹിച്ച് ഞങ്ങളെ ഫരമേൽപ്പിച്ചിരിക്കുന്ന ഒരാത്മാവിനെ പോലും നഷ്ടപ്പെടുത്തി കളയാതെ നിത്യഭാഗ്യം പ്രാപിപ്പാൻ ഞങ്ങൾക്ക് മനോഗുണം ചെയ്യണമേ. ആമേൻ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദേവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ എന്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. സമാപന പ്രാർത്ഥന. നീതിമാനായ പിതാവേ, അങ്ങേ രഞ്ജിപ്പിക്കാൻ സ്വയം ബലിവസ്തുവായി തീർന്ന പ്രിയപുത്രനെ തൃക്കൺ പാർക്കണമേ. ഞങ്ങൾക്ക് വേണ്ടി മരണം വരിച്ച അങ്ങേ പുത്രനെ സ്വീകരിച്ചുകൊണ്ട് ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കുകയും ഞങ്ങളോട് രമ്യപ്പെടുകയും ചെയ്യണമേ. അങ്ങേ തിരുക്കുമാരൻ ഗാഗുൽത്തായിൽ ചിന്തിയ തിരുരക്തം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആ തിരുരക്തത്തെ ഓർത്ത് ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. ഞങ്ങളുടെ പാപം വലുതാണെന്ന് ഞങ്ങൾ അറിയുന്നു, എന്നാൽ അങ്ങേ കാരുണ്യം അതിനേക്കാൾ വലുതാണല്ലോ. ഞങ്ങളുടെ പാപങ്ങൾ കണക്കിലെടുക്കുമ്പോൾ അവയ്ക്ക് വേണ്ടിയുള്ള ഈ പരിഹാര ബലിയെയും ഗൗനിക്കണമേ. ഞങ്ങളുടെ പാപങ്ങൾ നിമിത്തം അങ്ങേ പ്രിയപുത്രൻ ആണികളാൽ തറയ്ക്കപ്പെടുകയും കുന്തത്താൽ കുത്തപ്പെടുകയും ചെയ്തു. അങ്ങേ പ്രസാദിപ്പിക്കുവാൻ അവിടുത്തെ പീഡകൾ ധാരാളം മതിയല്ലോ. തന്റെ പുത്രനെ ഞങ്ങൾക്ക് നൽകിയ പിതാവിന് സ്തുതിയും കുരിശുമരണത്താൽ ഞങ്ങളെ രക്ഷിച്ച പുത്രന് ആരാധനയും രക്ഷണകൃത്യം പൂർത്തിയാക്കിയ പരിശുദ്ധാത്മാവിന് സ്തോത്രവും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങേ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ട ആഹാരം നീ ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ അടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാക്കരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അമ്മയുടെ ഉദരഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണനേരത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. മനസ്താപ്രകരണം. എന്റെ ദൈവമേ, ഏറ്റവും നല്ലവനും എല്ലാറ്റിലും ഉപരിയായി സ്നേഹിക്കപ്പെടാൻ യോഗ്യനുമായ അങ്ങേക്കെതിരായി പാപം ചെയ്തു പോയതിനാൽ പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ മനസ്തപിക്കുകയും പാപങ്ങളെ വെറുക്കുകയും ചെയ്യുന്നു. അങ്ങയെ ഞാൻ സ്നേഹിക്കുന്നു. എന്റെ പാപങ്ങളാൽ എന്റെ ആത്മാവിനെ അശുദ്ധമാക്കിയതിനാലും സ്വർഗത്തെ നഷ്ടപ്പെടുത്തി നരകത്തിന് അർഹയായി തീർന്നതിനാലും ഞാൻ ഖേദിക്കുന്നു. അങ്ങയുടെ പ്രസാദപര സഹായത്താൽ പാപസാഹചര്യങ്ങളെ ഉപേക്ഷിക്കുമെന്നും മേലിൽ പാപം ചെയ്യുകയില്ലെന്നും ദൃഢമായി ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. ഏതെങ്കിലും ഒരു പാപം ചെയ്യുക എന്നതിനേക്കാൾ മരിക്കാനും ഞാൻ സന്നദ്ധയായിരിക്കുന്നു. ആമേൻ. ജിയോചേട്ട മൈക്ക് മ്യൂട്ടാ. ഗാഗുൽത്താമലയിൽ നിന്നും വിലാപത്തിൻ മാറ്റൊലി കേൾപ്പൂ. ഏവമെന്നെ ക്രൂശിലേറ്റുവാൻ അപരാധമെന്തു ഞാൻ ചെയ്തു. കടലന്നു കരയാക്കി ഞാൻ ഭയം നിങ്ങൾക്കകറ്റിയില്ലേ. അതിനെല്ലാം നന്ദിയായി നിങ്ങൾ കുരിശല്ലോ നൽകിടും നീപ്പോ. ഗാഗുൽത്താമലയിൽ നിന്നും വിലാപത്തിൻ മാറ്റൊലി കേൾപ്പൂ. ഏവമെന്നെ ക്രൂശിലേറ്റുവാൻ അപരാധമെന്തു ഞാൻ ചെയ്തു. കൊടും കാറ്റിലന്നു നിങ്ങൾക്കാ മേഘദീപത്തൂണു തീർത്തു ഞാൻ. അറിയാത്തോരപരാധങ്ങൾ ചുമത്തുന്നു നിങ്ങളിന്നെന്നിൽ. ഗാഗുൽത്താമലയിൽ നിന്നും
വിലാപത്തിൻ മാറ്റൊലി കേൾപ്പൂ. ഏവമെന്നെ ക്രൂശിലേറ്റുവാൻ അപരാധമെന്തു ഞാൻ ചെയ്തു. ഈശോയിലേറെ സ്നേഹമുള്ളവരെ, നമ്മൾ ഇന്നേ ദിവസം നമ്മുടെ തീർത്ഥയാത്രയിൽ വചനം നമ്മോട് പങ്കുവെക്കുന്നത് പ്രിയപ്പെട്ട അമലച്ചനാണ്, അമൽ പെരിയപ്പാടൻ. ഇതിനു മുമ്പ് നമ്മളോട് വചനം പങ്കുവെച്ചിട്ടുള്ള ജോണി പെരിയപ്പാടൻ അദ്ദേഹത്തിന്റെ മൂത്ത മോനാണ്. എറണാകുളം അങ്കമാലി അതിരൂപതാംഗമാണ്. ഈ അടുത്ത ദിവസങ്ങളിൽ 16-ാം തീയതി പുതിയൊരു ഇടവകയിലേക്ക് കൊച്ചച്ഛനായിട്ട് ചേർത്തല ഭാഗത്തേക്ക് പോവുകയാണ്. അച്ഛനെ ഏറെ സ്നേഹത്തോടെ ഞങ്ങളുടെ ഈ ഹോളി ഹോം കൂട്ടായ്മയുടെ പേരിൽ ഇന്നത്തെ വചനം പങ്കുവെക്കാനും ഞങ്ങളോട് കർത്താവിന്റെ മനസ്സ് പറഞ്ഞു തരാനുമായി ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. അമലച്ച. ഓക്കെ, താങ്ക് യു. അച്ഛൻ്റെ കേൾക്കാൻ പറ്റുന്നുണ്ടോ? കേൾക്കാൻ പറ്റുന്നുണ്ടോ? വീഡിയോ ഓക്കെ, കാണാം. എല്ലാവർക്കും ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്തുതിയായിരിക്കട്ടെ. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ പ്രാർത്ഥന കൂട്ടായ്മയിൽ പങ്കെടുക്കുന്നതും വചനം പങ്കുവെക്കുന്നതും. ആദ്യമേ തന്നെ എന്നെ ഇങ്ങനെ ഒരു വചനം പങ്കുവെക്കാനായിട്ട് ക്ഷണിച്ച ഷീചേട്ടനും മറ്റ് പ്രാർത്ഥന കൂട്ടായ്മയിലെ എല്ലാവർക്കും ആദ്യമേ തന്നെ നന്ദി പറയുകയാണ്. ഒത്തിരി വചന പ്രഘോഷണങ്ങൾ അൾത്താരയിൽ നിന്ന് നടത്തിയിട്ടുണ്ടെങ്കിലും ഇതൊരു വ്യത്യസ്തമായിട്ടൊരു ഇടമാണ്. അതിന്റെ ഒരു ചെറിയൊരു ഉത്കണ്ഠയുണ്ട് ഉള്ളില്. എന്നാലും എന്റെ ടോപ്പിക്, എനിക്ക് തന്നിരിക്കുന്ന ടോപ്പിക് പ്രാർത്ഥനയിൽ ആത്മാവ് ബലം നൽകുന്നു എന്നുള്ളതാണ്. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എനിക്ക് നൽകിയിരിക്കുന്ന വിഷയത്തിൽ വചനം പങ്കുവയ്ക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അനുഭവമാണ് ഗുരു എന്ന് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്. ഇപ്പൊ എന്റെ ജീവിതത്തില് എനിക്കുണ്ടായ ചില അനുഭവങ്ങളാണ് എന്നെ കൂടുതൽ ശക്തിപ്പെടുത്തിയിരിക്കുന്നത്, കൂടുതൽ ഉറപ്പുള്ള വ്യക്തിയായിട്ട് എന്നെ മാറ്റാനായിട്ട് എന്നെ സഹായിച്ചിട്ട് തന്നെയാണ്. അങ്ങനെ വലിയ ഉറപ്പൊന്നല്ല ഞാൻ അവകാശപ്പെടുന്നത്. എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ അത് ഈ പറഞ്ഞ അനുഭവങ്ങളുടെ കുറെ ദൈവാനുഗ്രഹങ്ങളാണ്. ഇപ്പൊ എനിക്ക് എന്റെ ജീവിതത്തില് ആത്മീയമായിട്ടുള്ള അല്ലെങ്കിൽ ആന്തരികമായിട്ടുള്ള സംഘർഷങ്ങൾ ഉണ്ടായിരിക്കുന്നത് 2 സമയത്താണ് ഏറ്റവും കൂടുതൽ ഞാൻ അനുഭവിച്ചിരിക്കുന്നത്. ഒന്ന്, ഞാൻ ഡിഗ്രി കാലഘട്ടം കഴിഞ്ഞ് അടുത്ത സ്റ്റെപ്പായ ഫിലോസഫിക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഒരു 2 മാസവും, ഫിലോസഫി കഴിഞ്ഞിട്ട് പിന്നെ ഒരു റീജൻസിക്ക് അല്ലെങ്കിൽ ഉടുപ്പിടാൻ വേണ്ടിയിട്ട് ഒരുങ്ങാൻ വേണ്ടിയിട്ടുള്ള ഒരു മാസമാണ്. അതെനിക്ക് എന്തെന്നില്ലാത്തൊരു ആന്തരികമായിട്ടുള്ള സംഘർഷമായിരുന്നു. അതിന്റെ കാരണം, ഞാൻ ഈ ജീവിതം തന്നെ തുടരണോ, അച്ഛനാവണോ, അച്ഛനാവണ്ടയോ, എനിക്ക് ദൈവവിളി ഉണ്ടെന്ന് ഉറപ്പുണ്ടോ, ഇതൊരു വല്ലാത്തൊരു തീരുമാനം എടുക്കുന്ന സമയത്ത് ആന്തരികമായിട്ടുള്ള സംഘർഷം തന്നെയായിരുന്നു. അപ്പൊ എന്റെ ജീവിതത്തില് നമ്മളിങ്ങനെ പലപ്പോഴും കാണുന്നത് പോലെ തന്നെ എന്നൊക്കെ നമ്മുടെ ജീവിതത്തിൽ സന്നിഗ്ധമായിട്ടുള്ള ഘട്ടങ്ങൾ ഉണ്ടാകുന്നുണ്ടോ, അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ടോ, ദുഃഖങ്ങൾ ഉണ്ടാക്കുന്നുണ്ടോ, ഈ സമയത്തെല്ലാം തന്നെ നമുക്ക് കൂടുതലായിട്ട് നമ്മളെ പ്രാർത്ഥിക്കുവാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിക്കും. നമ്മൾ ആശ്രയം കണ്ടെത്തുന്നത് പ്രാർത്ഥനയിലായിരിക്കും. സാധാരണ ഒരു വ്യക്തിയെ സംബന്ധിച്ച് പള്ളിയും പട്ടക്കാരൊക്കെ ഭയങ്കരമായിട്ട് സഹായത്തിനെത്താൻ സാധ്യതയുണ്ട്. ഇപ്പൊ ഞാനൊരു വർഷമായി കൊച്ചച്ഛനായിട്ട്. ആൾക്കാരുടെ ബുദ്ധിമുട്ടുകളിലാണ് ആദ്യം ഓടിയെത്തുന്നത് പള്ളിയിലായിരിക്കും. അച്ഛനെ കണ്ട് ഷെയർ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഞാൻ സ്മേലായിരിക്കുന്ന സമയത്ത് ഞാൻ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ചിരിക്കുന്നത് ഈ ഒരു സന്നിഗ്ധ ഘട്ടത്തിലൊക്കെ പ്രാർത്ഥനയിൽ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്നെ ആ സമയത്ത് ഏറ്റവും കൂടുതൽ ശക്തിപ്പെടുത്തിയതും ഈ പ്രാർത്ഥന തന്നെയാണ്. നല്ല തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട്, നല്ല രീതിയിൽ ആലോചന നടത്താൻ വേണ്ടിയിട്ട് ഈ ആത്മാവ് ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു നിങ്ങളെല്ലാവരും തന്നെ അങ്ങനെ ഒരു ശക്തിപ്പെടുത്തലുകൾ നന്നായിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ സംഭവിക്കാനുള്ള സാധ്യത ഉണ്ടായേക്കാം. യോഹന്നാന്റെ സുവിശേഷത്തിൽ 14-ാം അധ്യായത്തിൽ 14-ാം അധ്യായം 16-ാം വാക്യം പറയുന്നുണ്ട്, ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളോട് കൂടെയായിരിക്കാൻ മറ്റൊരു സഹായകനെ അവിടെ നിന്ന് നിങ്ങൾക്ക് തരികയും ചെയ്യും. ഇത് പരിശുദ്ധാത്മാവിനെ അയച്ചുകൊണ്ട്, ആത്മാവിനെ അയച്ചുകൊണ്ട് ഈശോ നമ്മോട് സംസാരിച്ച വാക്യങ്ങളാണ്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവ്, ആത്മാവ് നമ്മളെ ഒത്തിരി ബലം നൽകുന്നുണ്ട്. അത് പരിശുദ്ധാത്മാവിന്റെ വരങ്ങളും ദാനങ്ങളും ഫലങ്ങളും ഒക്കെ ആയിട്ടാണ്. പരിശുദ്ധാത്മാവ് നമ്മൾ ഒത്തിരി പ്രേരിപ്പിക്കുന്നുണ്ട്, പ്രചോദനങ്ങൾ നൽകുന്നുണ്ട്. ഈ പഴയ നിയമ ജനതയുടെ
ആത്മീയതയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് 10 കൽപ്പനകളാണ്. എന്നാൽ പുതിയ നിയമ ജനതയുടെ ആത്മീയതയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഈ പരിശുദ്ധാത്മാവിന്റെ പ്രേരണകളും പ്രചോദനങ്ങളും വരദാനങ്ങളും ഒക്കെയാണ്. പ്രത്യേകിച്ച് തിരുസഭ നമ്മളെ പഠിപ്പിക്കുന്ന 2 കാര്യങ്ങളുണ്ട്: പരിശുദ്ധാത്മാവിന്റെ പുണ്യങ്ങളെ കുറിച്ചും പരിശുദ്ധാത്മാവ് നൽകുന്ന ഫലങ്ങളെ കുറിച്ചൊക്കെ. അത് നമ്മളൊന്ന് ആലോചിച്ചാല്, നമ്മൾ ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാല്, പ്രത്യേകിച്ച് നമുക്കൊരു ആവശ്യം വരുന്ന സമയത്ത് നന്നായിട്ട് പ്രാർത്ഥിച്ചാല് ആലോചിക്കാനുള്ള പ്രത്യേകമായിട്ടുള്ള വരം നമുക്ക് നൽകും. നമുക്ക് കുറച്ചും കൂടി പ്രാർത്ഥിക്കാനുള്ള ഭക്തി നമുക്ക് നൽകും. കുറച്ചും കൂടി ബുദ്ധിപൂർവ്വം ചിന്തിക്കാനുള്ള ശക്തി നമുക്ക് നൽകുന്നുണ്ട്. ചിലപ്പോഴൊക്കെ എന്തായാലും എന്ത് പ്രശ്നങ്ങൾ നേരിടാനുള്ള ആത്മശക്തി നമുക്ക് നൽകുന്നുണ്ട്. ഇതൊക്കെ പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങളാണ്. ഇനി ഫലങ്ങളെ കുറിച്ച് ചിന്തിച്ചാല്, നമുക്ക് ഒത്തിരി ടെൻഷൻ അനുഭവിക്കുന്ന സമയത്ത് ഒന്ന് പ്രാർത്ഥിച്ചാല് വലിയ സമാധാനം കിട്ടും. ചില കാര്യങ്ങളിലൊക്കെ ക്ഷമിക്കാനുള്ള വലിയ ശക്തി കിട്ടും. ചിലപ്പോൾ നമ്മുടെ വിശ്വാസം തന്നെ ദൃഢപ്പെടാനായിട്ട്, കുറച്ചുകൂടി ഊട്ടിയുറപ്പിക്കാനായിട്ട് ഈ പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ നമ്മളെ സഹായിക്കുന്നുണ്ട്. സംയമനം പാലിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്നുണ്ട്. അങ്ങനെ നോക്കുന്ന സമയത്ത് ആത്മാവ് നമ്മളെ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഒത്തിരി ശക്തിപ്പെടുത്തുന്നുണ്ട്, ബലപ്പെടുത്തുന്നുണ്ട്. ഈ പ്രാർത്ഥനയുടെ കാര്യത്തില് ഏറ്റവും വലിയ ഉദാഹരണം എന്ന് പറയുന്നത്, ഏറ്റവും വലിയ മാതൃക എന്ന് പറയുന്നത് ക്രിസ്തു തന്നെയാണ്. ക്രിസ്തുവിന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുമ്പോഴും എവിടെ സംസാരിക്കാൻ പോകുന്നതിന് മുമ്പായിട്ട് നന്നായിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. അത് 2 സന്ദർഭങ്ങളിൽ കൂടുതൽ വ്യക്തമാണ്. ഒന്നാമത്തെ സന്ദർഭം എന്ന് പറഞ്ഞാല് വിശുദ്ധ കുർബാന സ്ഥാപിക്കുന്നതിന് മുമ്പായിട്ട്. 2ാമത്തെ സന്ദർഭം എന്ന് പറഞ്ഞാല് കുരിശുമരണത്തിന് മുമ്പായിട്ട്. അവസാനം കുരിശുമരണത്തിന് മുമ്പായിട്ട് ഗെത്സമയിൽ പ്രാർത്ഥിക്കുന്ന സമയത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെടുന്നത് സ്ലീഹന്മാരോടാണ്. എനിക്ക് തോന്നുന്നു സ്ലീഹന്മാർ ആ സമയത്ത് ഉറങ്ങാതെ നന്നായിട്ട് പ്രാർത്ഥിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ ശിമയോന് വാള് ഉറയിൽ നിന്ന് ഊരണ്ട വരില്ലായിരുന്നു. ഒരുപക്ഷെ നന്നായിട്ട് പ്രാർത്ഥിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ സ്ലീഹന്മാർക്ക് ഈശോയെ വിട്ടെറിഞ്ഞിട്ട് ഓടിപ്പോകാൻ തോന്നില്ലായിരുന്നു, കൂടെ ഉണ്ടായിരുന്നത്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവ് നമ്മളെ ശക്തിപ്പെടുത്തുന്നത് പ്രാർത്ഥനയിലൂടെയാണ്. നമുക്ക് പ്രാർത്ഥിക്കുവാനുള്ള വലിയ ഒരു കൃപാവരം ലഭിക്കുന്നതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം, പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിക്കുന്നതിൽ ഈ ക്രിസ്തുവിന്റെ മാതൃക നമുക്ക് പിന്തുടരാം. പ്രത്യേകിച്ച് നമ്മുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുമ്പായിട്ടും അതിനുശേഷവും നമുക്ക് പ്രാർത്ഥിക്കാനായിട്ടുള്ള മനസ്സുണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കാം. ഈ നമ്മളൊക്കെ എവിടെയൊക്കെയോ പറഞ്ഞു കേൾക്കുന്നത് വരെ തന്നെ പരിശുദ്ധാത്മാവിനെ നമ്മൾ നയിക്കുന്നുണ്ട്, പക്ഷെ നമ്മൾ തിരിച്ചറിയുന്നില്ല. ഈ തിരിച്ചറിവുണ്ടാകുന്നത് നമുക്ക് നമ്മുടെ ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളിൽ മാത്രമാണ്. അതുകൊണ്ട് നമ്മളെ പ്രാർത്ഥിക്കുവാൻ വേണ്ടി സഹായിക്കുന്നത് നമ്മുടെ ജീവിതത്തിലെ സഹനങ്ങളിലാണെന്ന് എവിടെയൊക്കെയോ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്കുണ്ടാകുന്ന സഹനങ്ങളിൽ ആദ്യം ഓർക്കേണ്ടത് പ്രാർത്ഥിക്കാനാണ്. ആദ്യം ചിന്തിക്കേണ്ടതും നമ്മളെ ശക്തിപ്പെടുത്തുന്ന കർത്താവിലേക്ക് തിരിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോ ജീവിതത്തിലെ ഏത് സന്ദർഭങ്ങളിലായിക്കോട്ടെ, പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്ന സമയങ്ങളായിക്കോട്ടെ, ശക്തിപ്പെടുത്തുന്ന ദൈവത്തിന് മുമ്പില്, ശക്തിപ്പെടുത്തുന്ന ആത്മാവിന്റെ മുമ്പില്, പരിശുദ്ധാത്മാവിന്റെ മുമ്പില് നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട് നമുക്ക് പ്രേരണ നൽകാൻ വേണ്ടിയിട്ട് ദൈവത്തോട് പ്രത്യേകമായിട്ട് ഈ 50 നോമ്പിന്റെ ദിവസങ്ങളിൽ നമുക്ക് യാചിക്കാം. ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല. എനിക്ക് തോന്നുന്നു എനിക്ക് തന്നിരിക്കുന്ന സമയത്തിന്റെ മുക്കാൽ ഭാഗം ഞാൻ ഉപയോഗിച്ച് കഴിഞ്ഞെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പൊ നമുക്ക് പ്രാർത്ഥനയിൽ ബലം നൽകുന്ന ആത്മാവിനെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ഈ നോമ്പുകാലം നമ്മളെ സഹായിക്കട്ടെ. ദൈവം എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ജോൺസാ, മൈക്ക് മ്യൂട്ടായി ജോൺസാ. അമലച്ചനെ പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അമലച്ചനായിരിക്കുന്ന എല്ലാ മേഖലകളിലെയും, പ്രത്യേകിച്ച് പോകുന്ന പള്ളികളും അവിടെ ആയിരിക്കുന്ന എല്ലാ ശുശ്രൂഷ മേഖലകളെയും പ്രത്യേകിച്ച് പരിശുദ്ധാത്മാവിന്റെ കൃപാവർത്തനയായിട്ട് സമർപ്പിക്കാം. ഇനിയും കൂടുതൽ ഊർജ്ജസ്വലതയോടെ ആത്മാവിന്റെ ഫലങ്ങളാൽ നിറഞ്ഞുകൊണ്ട്, ദാനങ്ങളാൽ നിറഞ്ഞുകൊണ്ട്, കൃപകളാൽ നിറഞ്ഞുകൊണ്ട് ദൈവജനത്തിന് വേണ്ടി ശുശ്രൂഷ ചെയ്യുവാനുള്ള കൃപയുണ്ടാകണമെന്ന് പ്രാർത്ഥിക്കാം. നിമിഷങ്ങളിൽ നമ്മൾ ഓരോരുത്തരെയും പൂർണ്ണമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പ്രാർത്ഥനയിലൂടെ ദൈവത്തിന്റെ കൃപാവരം നമ്മളിലേക്ക് നിറയപ്പെടുവാൻ, ആത്മാവിന്റെ ശക്തി നമ്മളിലേക്ക് നിറയപ്പെടുവാൻ ഈ നിമിഷം നമുക്കായിരിക്കാം. മനസ്സിൻ പറയുകയായിരുന്നു, ആത്മാവിന്റെ കൃപയാൽ നിറയുമ്പോൾ, ആത്മാവിന്റെ വരദാനങ്ങളാൽ ഫലങ്ങൾ നിറയുമ്പോൾ ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും, ഏത് അസ്വസ്ഥതകളിലും
പ്രത്യേകിച്ച് നമ്മുടെ ജീവിതത്തിന്റെ വഴിമുട്ടി നിൽക്കുന്ന അവസരങ്ങളിലൊക്കെ സഹായകനായ ആ പരിശുദ്ധാത്മാവ് അനേകം വ്യക്തികളിലൂടെയും മറ്റുള്ളവരുടെയും ഒക്കെ നമ്മെ സഹായിക്കുവാനായിട്ട് എത്തുമെന്ന്. അങ്ങനെ ആത്മാവിന്റെ ഫലങ്ങളും ദാനങ്ങളും കൃപകളും നിറഞ്ഞുകൊണ്ട് നമ്മൾ ഓരോരുത്തരെയും വിശുദ്ധീകരിക്കപ്പെടുവാനായിട്ട് ഈ നിമിഷങ്ങൾ നമുക്ക് ആഗ്രഹിക്കാം. ഈ നോമ്പുകാലത്ത് നമ്മെ പൂർണ്ണമായിട്ട് സമർപ്പിക്കാം. നമ്മൾ മാമോദിസായിലൂടെയും വിശുദ്ധ കുർബാന, കുമ്പസാരം, അതുപോലെ വിവാഹം, അങ്ങനെ തുടങ്ങിയ കുദാശകളിലൂടെയൊക്കെ ആത്മാവിന്റെ ഫലങ്ങളും ഭാരങ്ങളും ദാനങ്ങളും എല്ലാം നമ്മളിലേക്ക് വർഷിക്കപ്പെട്ടിട്ടുണ്ട്. ആ വർഷിക്കപ്പെട്ട ദാനങ്ങളും ഫലങ്ങളും എല്ലാം നമ്മളിൽ കൂടുതൽ കൂടുതൽ സമർത്ഥമായി നിറയപ്പെടുന്നതിന് വേണ്ടിയിട്ടും ആ ഫലദായകത്തിൽ ജീവിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങൾ ഓരോരുത്തരെയും പ്രാർത്ഥനയുടെ വ്യക്തിത്വങ്ങളാക്കി മാറ്റണമേ. പ്രാർത്ഥന എന്ന് പറയുമ്പോൾ അച്ഛൻ പറഞ്ഞതുപോലെ പ്രാണൻ അർപ്പിച്ച് യേശുവിന്റെ ആ പ്രാർത്ഥനയൊക്കെ നമുക്കറിയാം. തന്റെ ജനങ്ങൾ മറ്റു മക്കൾക്ക് വേണ്ടി തന്നെ സമർപ്പിച്ചുകൊണ്ട് തന്റെ ചോര വിയർത്ത് ഗെത്സമേനിൽ രക്തം വിയർത്ത് പ്രാർത്ഥിച്ച യേശുവിന്റെ ആ പ്രാർത്ഥന, അതുപോലെ ആ പ്രാർത്ഥന ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥന അർപ്പിക്കുന്നവരാകുവാൻ, ജീവനെ മറ്റുള്ളവർക്ക് വേണ്ടി സമർപ്പിക്കുന്നവരാകുവാൻ നമുക്ക് തീരുമാനമെടുക്കാം. നമ്മൾ ഓരോരുത്തരെയും നമ്മുടെ എല്ലാ പ്രാർത്ഥന നിയോഗങ്ങളെയും ഈ കൂട്ടായ്മയിലായിരിക്കുന്നവരെയും അവരുടെ കുടുംബാംഗങ്ങളെയും അതോടൊപ്പം തന്നെ നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥന നിയോഗങ്ങൾ ഒരിക്കൽ കൂടി പരിശുദ്ധാത്മാവിന്റെ സന്നിധിയിൽ ഉയർത്തിക്കൊണ്ട് ആത്മാവിന്റെ കൃപാവരങ്ങൾ നമ്മൾ നിറയുവാൻ, നമ്മുടെ എല്ലാ ചിന്തകളെയും നിറയുവാനായിട്ട് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ശ്രദ്ധിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ കുടുംബത്തിൽ ഈ കൂട്ടായ്മയിൽ ആയിരിക്കുന്ന എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ എല്ലാ നിയോഗങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ എല്ലാ ആവശ്യങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് മാമോദിസായിലൂടെയും സ്ഥലലേപനത്തിലൂടെയും ഒക്കെ കിട്ടിയിരിക്കുന്ന കൃപാവരം വീണ്ടും ഉജ്ജ്വലിപ്പിക്കുവാനായിട്ട് കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ ചാപ്ര പിതാവ് പറഞ്ഞതുപോലെ മാമോദിസായിൽ എനിക്ക് കിട്ടിയിരിക്കുന്ന കൃപാവരം ഞാൻ ഒരിക്കലും നഷ്ടപ്പെടുത്തിയിട്ടില്ല എന്ന് മരണത്തിന്റെ സമയത്ത് പറഞ്ഞതുപോലെ നമുക്ക് ഓരോരുത്തർക്കും പറയത്തക്ക രീതിയിൽ വിശുദ്ധരായി ജീവിക്കുവാനുള്ള കൃപ നമുക്ക് നിറയാനായിട്ട് പ്രാർത്ഥിക്കാം. സാധാരണ അവരുടെ ആഡംബരങ്ങളെ വെറുത്ത് ഉപേക്ഷിക്കുന്നു എന്ന് സമ്മതിച്ചുകൊണ്ടാണ് നമുക്ക് ഓരോരുത്തർക്കും കത്തോലിക്ക സഭ മാമോദിസ നൽകുന്നത്. അങ്ങനെ നമ്മുടെ ജീവിത മാർഗത്തില് നടന്നു വന്ന വഴികളിലെല്ലാം സാധാരണ അവരുടെ ആഡംബരങ്ങളെയും ഒക്കെ നമ്മൾ പിൻചെന്നിട്ടുണ്ടെങ്കിൽ ഈ നോമ്പുകാലത്ത് അതെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് അതിനെല്ലാം മാറ്റിക്കൊണ്ട് വിശുദ്ധരായ ജീവിതം നയിക്കുവാൻ, മാമോദിസയിൽ കിട്ടിയ കൃപാവരം വീണ്ടും നമ്മൾ ജ്വലിപ്പിക്കുവാൻ, അങ്ങനെ ആത്മാവിന്റെ ശക്തിയാൽ നിറയുവാൻ, ആത്മാവിന്റെ ശക്തിയാൽ നിറഞ്ഞുകൊണ്ട് പുതിയൊരു പന്തക്കുസ്ത അനുഭവത്തിലൂടെ ആയിരിക്കുവാനുള്ള കൃപാവരം നമ്മളിൽ നിറയണേന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മളായിരിക്കുന്ന സ്ഥലത്ത്, നമ്മളായിരിക്കുന്ന അവസ്ഥയിൽ ഇരുന്നുകൊണ്ട് നമുക്ക് നമ്മുടെ ചിന്തകളെയും ഭാവനകളെയും എല്ലാം ഉയർത്തിക്കൊണ്ട് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ ആരാധന, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു, നന്ദി പറയുന്നു. ഹല്ലേലൂയ, 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 യേശുവേ നന്ദി, ഹല്ലേലൂയ. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ മിനിസ്ട്രിയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈ കൂട്ടായ്മയും നിരവധിയായ ആവശ്യങ്ങളും ധ്യാനങ്ങളും മിഷൻ പ്രവർത്തനങ്ങളെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നമ്മളായിരിക്കുന്ന അവസ്ഥയിൽ നമ്മൾ ഓരോ നിമിഷങ്ങളായിരിക്കുമ്പോഴൊക്കെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുമ്പോൾ ഇസ്രായേലിന്റെ സ്തുതിയുടെ സിംഹാസനത്തിൽ വസിക്കുന്നവനാണ് അവിടുത്തെ ഇസ്രായേലിന്റെ പരിശുദ്ധനായ ദൈവം. നമ്മൾ നൽകിയിരിക്കുന്ന കൃപാവരങ്ങള് ദാനങ്ങളെല്ലാം നന്ദി പറഞ്ഞുകൊണ്ട് ഈ നോമ്പുകാലത്ത് എണ്ണി നന്ദി പറഞ്ഞുകൊണ്ട് അവിടുത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്താനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. അങ്ങനെ പരിശുദ്ധാത്മാവ് നമ്മൾ ജ്വലിക്കപ്പെടുവാനായിട്ട് നമുക്ക് ആഗ്രഹിക്കാം. എത്രയേറെ നന്മകളും കൃപകളും ദാനങ്ങളുമാണ് അവിടുന്ന് നമ്മുടെ ജീവിതത്തിൽ ചൊരിഞ്ഞിരിക്കുന്നത്. അതെല്ലാം ഈ നോമ്പുകാലത്ത് നമുക്ക് എണ്ണി പറഞ്ഞുകൊണ്ട് അവിടുത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്താനായിട്ട് പരിശ്രമിക്കാം. ഒരിക്കൽ കൂടി നമ്മുടെ ചിന്തകൾ, നമ്മളായിരിക്കുന്ന സ്ഥലങ്ങളിൽ, നമ്മുടെ ഭവനങ്ങളിൽ, നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ പ്രാർത്ഥന നിയോഗങ്ങൾ എല്ലാം ഒരിക്കൽ കൂടി സമർപ്പിച്ചുകൊണ്ട് നമുക്ക് സ്തുതിച്ച് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവെ ഞങ്ങൾ നിറയണമേ, വരങ്ങളാലും ദാനങ്ങളാലും ഫലങ്ങളാലും ഞങ്ങൾ നിറയ്ക്കണമേ. അവിടുത്തെ കൃപ ഞങ്ങളിലേക്ക് ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ ആരാധന. ഹല്ലേലൂയ, ആരാധന. ആമേൻ. പരിശുദ്ധ അമ്മയുടെ പാട്ടുപാടി നമുക്ക് സുഗന്ധവാഹിനി അമ്മേ നിൻ സുതനെ വാഴ്ത്തുന്നു, സുഗന്ധവാഹിനി അമ്മേ നിൻ സുതനെ വാഴ്ത്തുന്നു, സുഹൃതങ്ങൾ നിറഞ്ഞിടാൻ സുതനെ വാഴ്ത്തുന്നു, സുഹൃതങ്ങൾ നിറഞ്ഞിടാൻ സുതനെ വാഴ്ത്തുന്നു, സുഗന്ധവാഹിനി അമ്മേ നിൻ സുതനെ വാഴ്ത്തുന്നു, സുഗന്ധവാഹിനി അമ്മേ നിൻ സുതനെ വാഴ്ത്തുന്നു. ആദ്യത്തെ സക്രാരി നീയേ മാതാവേ, ജീവന്റെ മന്നാ നിൻ ഉദരബലം തന്നെ. ആദ്യത്തെ സക്രാരി നീയേ മാതാവേ,
ജീവന്റെ മന്ന നിൻ ഉദരബലം തന്നെ. ഓ ജീവന്റെ മന്ന നിൻ ഉദരബലം തന്നെ. സുഗന്ധവാഹിനി അമ്മേ നിൻ സുതനെ വാഴ്ത്തുന്നു. സുഗന്ധവാഹിനി അമ്മേ നിൻ സുതനെ വാഴ്ത്തുന്നു. സുഹൃതങ്ങൾ നിറഞ്ഞിടാൻ സുതനെ വാഴ്ത്തുന്നു. സുഹൃതങ്ങൾ നിറഞ്ഞിടാൻ സുതനെ വാഴ്ത്തുന്നു. നമ്മുടെ കൊച്ചു പ്രാർത്ഥന നമുക്കൊന്ന് ഒരുമിച്ച് ചെല്ലാം. എന്നെ കാത്തു സൂക്ഷിക്കാൻ ദൈവത്താൽ നിയോഗിക്കപ്പെട്ട എൻ്റെ കാവൽ മാലാഖയെ, ഈ ലോകത്തിൽ ദൈവസ്നേഹാനുഭവത്തിൽ നിറഞ്ഞ് ദൈവഹിതം അനുസരിച്ച് ജീവിച്ചുകൊണ്ട് സുവിശേഷമാകാനും സുവിശേഷമേകാനും അങ്ങനെ നിത്യതയിൽ ദൈവസന്നിധിയിൽ എത്തിച്ചേരാനും എന്നെ സഹായിക്കണമേ. നന്മ ചെയ്യാൻ ശക്തി പകരുന്ന തിരുക്കുടുംബമേ, ഞങ്ങളിൽ നന്മ വളരാൻ കൃപയേകണമേ. കുരിശ് വരച്ച് നമ്മളെ തന്നെ വിശുദ്ധീകരിക്കാം. വിശുദ്ധ കുരിശിന്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാൻ ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഒന്ന് രണ്ട് കാര്യങ്ങൾ ഒന്ന് പ്രാർത്ഥിക്കാൻ. പ്രത്യേകമായി നമ്മുടെ മിഷൻ യാത്രയിൽ നമ്മൾ പോകുന്നത് അമൃത്സറില്, പഞ്ചാബ് അമൃത്സറില് ഭോജിയ എന്ന് പറയുന്ന വില്ലേജും അവിടെയാണ് താമസിക്കുന്നത്. നമ്മൾ താമസിക്കുന്ന ഒന്ന് സിംഗാർ എന്ന് പറയുന്ന ഒരാളുടെ വീട്ടിൽ, ലക്ക എന്ന് പറയുന്ന ഒരാളുടെ വീട്ടിൽ, നജീർ എന്ന് പറയുന്ന ആളുടെ, ജഡ്ജ് മൈക്കിൾ നാനക്, ഇത്രയും 6 വീടുകളിലാണ് നമ്മൾ കുടുംബങ്ങൾ താമസിക്കുന്നത്. അവിടെ നിന്ന് തൊട്ടടുത്ത വില്ലേജുകളിലേക്ക് പോകുന്നു. അപ്പൊ നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഈ കുടുംബങ്ങളെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. അവരെല്ലാം നമ്മുടെ ഒരു സാന്നിധ്യം വഴി കൂടുതൽ അനുഗ്രഹിക്കപ്പെടാനായിട്ട് പ്രാർത്ഥിക്കാം. മറ്റൊന്നുള്ളത്, അവിടെ ഞങ്ങൾ അച്ഛനോടൊക്കെ സംസാരിച്ചപ്പോൾ അവരുടെ വീടുകളിലൊന്നും ഫോട്ടോ ഒന്നുമില്ല. അപ്പൊ നമ്മൾ കുറച്ച് ഫോട്ടോ കൊണ്ടുപോകാമെന്ന് വിചാരിക്കുന്ന തിരുക്കുടുംബത്തിന്റെ. മറ്റൊന്ന് അച്ഛൻ പറഞ്ഞത് എല്ലാവർക്കും ജപമാല ആവശ്യമാണ്, അവർ ചോദിക്കാൻ സാധ്യതയുണ്ടെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ മിഷൻ പ്രദേശത്തുള്ളവർക്ക് ജപമാല കൊടുക്കാനുള്ള ഏതെങ്കിലും വഴിയിൽ തങ്ങൾക്ക് സഹായിക്കാനാകുമെങ്കിൽ അത് നമ്മുടെ മിഷനിൽ ഒരു സഹായകമാണ്. അപ്പൊ അത്തരത്തിൽ നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഓർക്കുക. നമുക്കൊരു 10,500ഓളം ജപമാലകൾ അവിടെ കൊടുക്കാനായിട്ട് വേണ്ടി വരുമെന്നാണ് നമ്മൾ കരുതുന്നത്. ഏതായാലും നമ്മുടെ പ്രാർത്ഥനയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം എല്ലാ വഴികളും ക്രമീകരിക്കട്ടെ. ഒപ്പം പറഞ്ഞ പോലെ നമ്മുടെ മിഷൻ യാത്രയിൽ നമുക്ക് ഈ കുടുംബങ്ങൾ നമ്മളെല്ലാം കൂടി ഇപ്പോൾ 1,00,000 രൂപ അടുത്ത് നമുക്ക് ടിക്കറ്റ് ചാർജ് ആയിട്ടുണ്ട്. അങ്ങനെ ഒരു സാമ്പത്തികമായിട്ടുള്ള ആവശ്യങ്ങൾ നമുക്കുണ്ട്. ഇതെല്ലാം നമ്മുടെ പ്രാർത്ഥനയിൽ വെക്കാം. പ്രത്യേകമായിട്ട് ഈ നോമ്പുകാലത്തിന്റെ നമ്മുടെ ത്യാഗങ്ങളും നമ്മുടെ നിയോഗങ്ങളും ഒക്കെ ഇതോട് കൂടെ സമർപ്പിച്ച് പ്രാർത്ഥിക്കണമെന്ന് സ്നേഹപൂർവ്വം എല്ലാവരെയും ഓർപ്പിക്കുകയാണ്. നാളെ നമുക്ക് ഒരുമിച്ച് വരാം. തീർത്ഥയാത്രയിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കൂടുതൽ ദൈവാനുഗ്രഹത്തിന്റെ ദിവസങ്ങളായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.